والسلام عليكم ورحمة الله وبركاته. من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من نصر دين الله نصره الله في يوم الدين أو كما قال رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة سيدنا مولانا محمد. ഏറ്റവും ബഹുമാനമുള്ള വാഴമ്പുറം മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ, ഈ വേദി ധന്യമാക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹം ഏറെ കിട്ടിയിട്ടുള്ള, റബ്ബിന്റെ നിഅമത്ത് ഏറെ ചൊരിഞ്ഞു തന്നിട്ടുള്ള ഒരു മഹല്ലാണ്, പ്രദേശമാണ് വാഴമ്പുറം എന്ന് പറയുന്നത്. ഇവിടെ ഈ നിഅമത്തുകളെ ഉൾക്കൊള്ളുകയും ഇത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുകയും നമ്മുടെ കടമയാണ്. അള്ളാഹു നമുക്കൊരു നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നന്ദി ചെയ്യണമല്ലോ, റബ്ബിനോട് അതിന് നന്ദി കാണിക്കണമല്ലോ. നിഅമത്ത് റബ്ബ് തആല ഏത് വഴിയും ചെയ്തു തന്നുവോ അത് നല്ല വഴിയിലൂടെ ചെലവഴിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്. പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു തന്ന നിഅമത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് റബ്ബിനോട് നന്ദി കാണിക്കേണ്ടത്. അങ്ങനെ നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ മഹരികൾ ഒരുങ്ങിയപ്പോഴാണ് അള്ളാഹുവിന്റെ ദീൻ വളർന്നത്. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ നാടുകളിലൊക്കെ മദ്രസകൾ ഉണ്ടായത്, മുൻകാലങ്ങളിൽ പള്ളി നിർമ്മിക്കപ്പെട്ടത് ഈ ഓരോ പ്രദേശത്തുമുള്ള വല്യുമ്മമാർ, മാതാക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാര് മനസ്സിൽ വച്ചപ്പോഴാണ്. പുരുഷന്മാർക്ക് നിസ്കരിക്കാനുള്ള പള്ളി ഉണ്ടാക്കിയത് ആ പ്രദേശത്തെ സഹോദരി മനസ്സ് വെച്ചപ്പോഴാണ്, ഉമ്മമാര് മനസ്സ് വെച്ചപ്പോഴാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, റബ്ബിന്റെ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മുന്നിൽ കാണുന്ന ആ സ്ഥാപനം അത് ഉയർത്തിക്കൊണ്ടുവരാൻ നാം ഏത് നിലക്ക് സഹകരിക്കുന്നുവോ തീർച്ചയായും അത് വൃഥാവിലാകില്ല, തീർച്ചയായും അത് വെറുതെയാവില്ല. അതിന് തീർച്ചയായും പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ നസറ ദീനല്ലാഹ്, ഒരാൾ അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചാൽ, അള്ളാഹുവിന്റെ മതത്തെ ഒരാൾ സഹായിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിനെ ഒരാൾ സഹായിച്ചാൽ, നസറഹുല്ലാഹു ഫീ യൗമിദ്ദീൻ. ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു അവനെ സഹായിക്കുക തന്നെ ചെയ്യും. ഫീ യൗമിദ്ദീൻ, അന്ത്യനാളിൽ അള്ളാഹു അവനെ സഹായിക്കുമെന്ന്, അവനെ സഹായിക്കാൻ പടത്തറപ്പുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനെ ഒരാൾ സഹായിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നിലക്ക് ഒരു സഹായം അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഒരാൾ ചെയ്താൽ നസറഹുല്ലാഹ്
അല്ലാഹു അവനെ സഹായിക്കും ഫീ യൗമിദ്ദീൻ. ആരാരും സഹായിക്കാനില്ലാത്ത, ആരുടെയും പക്കൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത, ആരും തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലാത്ത അന്ത്യനാളിന്റെ ഭയാനകതയിൽ, അന്ത്യനാളിന്റെ വിഷമഘട്ടത്തിൽ, അന്ത്യനാളിന്റെ ദുഃഖവേളയിൽ അല്ലാഹു അവനെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാം, നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്ത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം കുറെ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇന്നവർ നമ്മോടൊപ്പമില്ല. ഇന്നവർ 6 അടി മണ്ണിന് കീഴിൽ അല്ലാഹു ഒരുക്കിയിട്ടുള്ള അല്ലാഹുവിന്റെ അജണ്ടയുടെ വിധിക്ക് അടിപ്പെട്ടുകൊണ്ട്, റബ്ബിന്റെ തീരുമാനത്തിൽ അടിപ്പെട്ടുകൊണ്ട് 6 അടി മണ്ണിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഖബർ ജീവിതത്തിലാണ് അവരുള്ളത്. അവരുടെ പാരത്രിക ജീവിതത്തിന്റെ അവസ്ഥ എന്ത് നമുക്കറിഞ്ഞുകൂടല്ലോ. ഖബറിൽ അവരുടെ അവസ്ഥ എന്തൊക്കെയാണ് നമുക്കറിയില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന മക്കൾ, ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ, ജീവിച്ചിരിക്കുന്ന ഉച്ചവർ, ഉദയവർ, ജീവിച്ചിരിക്കുന്ന നാട്ടുകാർ, ആ നാട്ടുകാരിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ഒരു ബാധ്യത, കടമ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മങ്ങൾ, അത് നാം ഇത്തരം സദസ്സുകളിലൂടെ ഉപയോഗപ്പെടുത്തിയാലും തീർച്ചയായും നമുക്കറിയാമല്ലോ, ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ നിന്ന് നാം മരിച്ചുപോയ പിതാവിന്റെ പേരിൽ ദുആ ചെയ്യാൻ ഒരു 100 രൂപ ഒരു കടലാസിൽ എഴുതി ഇവിടെ കൊടുത്തയച്ചു കഴിഞ്ഞാൽ ബഹുമാന്യനായ ഉസ്താദ് ഇത്രയും ആളുകളെ സാക്ഷി നിർത്തി ദുആ ചെയ്യാൻ തീർച്ചയാണ്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരാൾ, അല്ലാഹു ദുആ സ്വീകരിക്കുന്ന ആളുണ്ടാവാതിരിക്കില്ലല്ലോ, ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും റബ്ബ് തആല പ്രാർത്ഥന സ്വീകരിക്കാൻ പാകപ്പെട്ട, അതിന് മാത്രം യോഗ്യതയുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാകുമല്ലോ. അങ്ങനെ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ നമ്മുടെ പിതാവിന്റെ ഖബർ ജീവിതം ധന്യമാകുമല്ലോ, നമ്മുടെ മാതാവിന്റെ ഖബർ ജീവിതം ധന്യമാകുമല്ലോ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഖബർ ജീവിതം ധന്യമാകുമല്ലോ. അതാണ് മരിച്ചുപോയ ആളുകൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് വക നൽകാൻ, ആ പ്രതീക്ഷയ്ക്ക് ഉത്തരം നൽകാൻ, ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? നമ്മ വളർത്തിയ, നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ട, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ പിതാവ് നമ്മളിൽ നിന്ന് കിട്ടാനൊരാഗ്രഹം പ്രകടിപ്പിക്കുമ്പോ, നമ്മളിൽ നിന്നൊരു കാര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട പിതാവിന് ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ ദുന്യവിയായ ജീവിതകാലത്താണെങ്കിൽ എനിക്ക് സുഖമില്ല, എനിക്ക് മരുന്ന് വാങ്ങി തരണമെന്ന് നമ്മോട് പറയുമ്പോൾ പിതാവിനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ, പിതാവിന് ആവശ്യമുള്ള ചികിത്സ നൽകാൻ, മരുന്ന് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിൽ കിടക്കുന്ന നമ്മുടെ പിതാവ്, നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഉറ്റവരുടെയവർ, അവർ ഖബറിൽ നിന്ന് നമ്മോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, എടോ നീ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ്, എന്റെ ഖബർ ജീവിതത്തിലെ ബാധ്യതകൾക്ക് വേണ്ടി, എന്റെ ഖബർ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യുന്ന ഖബറിൽ കിടക്കുന്ന പിതാവ് ആഗ്രഹിച്ചാൽ, മാതാവ് ആഗ്രഹിച്ചാൽ, ആ ആഗ്രഹം നാം സഫലീകരിച്ചു കൊടുക്കണ്ടേ? അവർക്ക് വേണ്ടി നാം പ്രാർത്ഥന നടത്തണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുവല്ലോ, മരിച്ചു പോയാലും മുറിയാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങൾ. മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി, ബന്ധുവിന് വേണ്ടി, ഉറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, സജ്ജനങ്ങളായ തോഴന്മാർ, അവരുടെ പ്രാർത്ഥനയല്ലേ നാളെ പാരത്രിക ലോകത്ത് മരിച്ചുപോയ ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ